ഇയാള് ഇപ്പോഴും അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാരാരുടെ പിറവശാ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന് ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. സൂക്ഷിക്കണം സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരമില്ലയോ? അനിയൻ ചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പുവശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തു തരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ, താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ചേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്. വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുക. നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right? She is just fine. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെണ്ണ. ഏത് നല്ല കാറ്റുണ്ട്? ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുണ്ടാ പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ടൈപ്പാ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും എന്നെ തെറ്റിച്ച്. ശരി ശരി, പോട്ടെ 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 പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അത് എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ. അണ്ണാ, അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ? എന്തിന്? പെണ്ണുങ്ങളുടെ കോളമല്ലേ അണ്ണ, ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. അണ്ണാ, ഞാനും കൂടെ പറഞ്ഞ വാ. മോനെ, കുട്ടിയോള് കവിത ചൊല്ലണോന്ന് പറയണു. എനിക്കൊന്നും ഓർമ്മയില്ല. ഏതാ ഇപ്പൊ ചൊല്ലുക? ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നി സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖുമോദി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലുമോ. ഞാനോ? ഇത്രയും പെൺകുട്ടികളുടെ മുമ്പ് വെച്ചോ? ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത. നല്ല മുത്തശ്ശിയാ. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത
മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ പെയ്തൊഴിഞ്ഞ വാനവും അകമെരിഞ്ഞ ഭൂമിയും മതിമറന്നു പാടുമെന്റെ ശ്രുതിയിടഞ്ഞ ഗാനവും ആര്യന്മാർദ്ദമായി തലോടി ആ ഭവാന്റെ പാദം തേടി ഞാനൻ ശ്യാമജന്മം ശുഭസാന്ദ്രമാക്കവേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയാൽ നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ തീരവും ഇടറി നിന്ന താരവും വഴിമറന്ന യാത്രികന്റെ മൊഴിമറന്ന മൗനവും ഉള്ളിൽ വീണലിഞ്ഞു ചേരും ഈ മുഹൂർത്തമെന്നെ നിന്റെ കാൽക്കൽ വീണ പൂക്കൾ പോലെ ധന്യമാക്കവേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ